കാസർഗോഡ് പുത്തികയിൽ കൃഷിപ്പറമ്പിൽ നിന്നും കായ്ച്ചു നിൽക്കുകയായിരുന്ന 28 കവുങ്ങുകൾ KCB ജീവനക്കാർ വെട്ടിമാറ്റിയതായി പരാതി. പുത്തികെ ചക്കിണികയിലെ സുബ്രഹ്മണ്യ ഭട്ടിന്റെ പറമ്പിലെ കവുങ്ങുകളാണ് വെട്ടിമാറ്റിയത്. നോട്ടീസ് പോലും നൽകാതെയായിരുന്നു KCB ജീവനക്കാർ കവുങ്ങുകൾ വെട്ടിമാറ്റിയത്. സംഭവത്തിൽ CPIM പുത്തികെ ലോക്കൽ കമ്മിറ്റി സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി. Beautiful and excellent quality furnitures are giving pride to every home. Tamam Furniture World, most popular furniture brand in Kerala and Karnataka. Tamam Furniture World, Uppala, Bandiyod, Udyavar, now at Mangalore. കാസർഗോഡ് പുത്തികയിൽ പറമ്പിൽ നിന്നും വൈദ്യുതി ലൈൻ ക്ലിയറാക്കുന്നതിന്റെ ഭാഗമായി കായ്ച്ചു നിൽക്കുകയായിരുന്ന 28 കവുങ്ങുകൾ വെട്ടിമാറ്റിയതായി പരാതി. പുത്തികെ ചക്കിണികയിലെ സുബ്രഹ്മണ്യ ഭട്ടിന്റെ പറമ്പിലെ കവുങ്ങുകളാണ് വെട്ടിമാറ്റിയത്. നോട്ടീസ് പോലും നൽകാതെയായിരുന്നു KCB ജീവനക്കാർ ഈ അതിക്രമം കാണിച്ചതെന്നാണ് പരാതി. സംഭവത്തിൽ CPIM പുത്തികെ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ സംസ്ഥാന വൈദ്യുതി മന്ത്രിക്ക് പരാതി നൽകി. യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയുള്ള ഇത്തരം പ്രവണതകൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ലെന്ന് CPIM പുത്തികെ ലോക്കൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം പറഞ്ഞു. പുത്തികെ പഞ്ചായത്തിലെ പൊന്നങ്ങള എന്ന പ്രദേശത്ത് കർഷകരുടെ 25ഓളം കവുങ്ങുകൾ ചില KCB ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വെട്ടി നിരത്തുകയുണ്ടായി. യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ചില ഉദ്യോഗസ്ഥർ മുതിർന്നിട്ടുള്ളത്. ഒരർത്ഥത്തിലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന പ്രവൃത്തിയല്ല അവരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കർഷകർക്ക് വേണ്ടി ജനകീയ ഇടപെടൽ നടത്തുന്ന കേരള സർക്കാരിൻ്റെ ഇകഴ്ത്തി കാണിക്കുക എന്ന ലക്ഷ്യത്തോടെ ചില ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുന്നത് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിക്ക് ഉൾപ്പെടെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കവുങ്ങുകൾ വെട്ടി നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് UDFന്റെ നേതൃത്വത്തിൽ KCB സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.